നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ നാളെയിൽ നാളെ 2025 മെയ് മാസം 1-ാം തീയതി, അതായത് 1200 മേടമാസം 18-ാം തീയതി. നാളത്തെ മെയ് 1 എന്ന ദിനം നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ലോകം മുഴുവനും തൊഴിലാളി ദിനമായി, ലോക തൊഴിലാളി ദിനമായി അങ്ങേറ്റ മഹത്വത്തോടുകൂടെ ആഘോഷിച്ചു വരുന്ന ദിനമാകുന്നു. ലോക തൊഴിലാളികളുടെ ശക്തി എന്തെന്ന് അന്നത്തെ ദിവസം നമുക്ക് ലോകത്ത് മുഴുവൻ കാണാം. ലോകം മുഴുവനും തൊഴിലാളികൾ സംഘടിച്ചവർ മുദ്രാവാക്യം മുഴക്കുന്നു. തങ്ങളുടെ അവകാശങ്ങൾ, ആനുകൂല്യങ്ങൾ നേടിയെടുക്കുവാനുള്ള ഏറ്റവും വലിയ പ്രഖ്യാപനമായിരുന്നു മെയ് 1 നടന്നത്. അങ്ങനെയാണ് മെയ് 1 ലോക തൊഴിലാളി ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്, ലോകവ്യാപകമായി തന്നെ. നാളെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:10 അസ്തമയം വൈകിട്ട് 6:33 നാളെ വ്യാഴാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാണ്. ഉച്ചയ്ക്ക് 1:30 മുതൽ 3 മണി വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു രാഹുകാലം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ ഈ 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ നക്ഷത്രം മകേരി നക്ഷത്രമാകുന്നു. എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രമാകുന്നു മകേരിയം നക്ഷത്രം. പക്ഷെ നാളത്തെ തിഥി വെളുത്തപക്ഷത്തിലെ ചതുർത്ഥി തിഥിയാകുന്നു. അത് ഒഴിഞ്ഞ തിഥിയാകുന്നു. തിഥികളിൽ റിക്ത ഒഴിഞ്ഞ തിഥിയാകുന്നു. ചതുർത്ഥി 4, നവമി 9, അപ്രകാരം തന്നെ ചതുർദശി 14. അതിനാൽ തിഥി സാമ്പത്തിക വിഷയങ്ങൾക്ക് നല്ലതല്ല. തിഥി കൊണ്ട് ജ്യോതിഷത്തിൽ ഉദ്ദേശിക്കുന്നത് പഞ്ചാംഗത്തിൽ ഭൂരിശ്രീ വിഭവ തിഥി ശ്രവണത, തിഥിയിലൂടെ വർദ്ധിച്ച സമ്പത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതിനാൽ സാമ്പത്തിക വിഷയം നാളത്തെ ഈ ഒഴിഞ്ഞ തിഥിയിൽ നാം അനുഷ്ഠിക്കുന്ന അത്ര ശുഭമല്ല. മറ്റു പ്രധാനപ്പെട്ട വിഷയം നാം ശ്രദ്ധിക്കേണ്ടത് നാളത്തെ കരണവും വിഷ്ഠികരണമാകുന്നു. വിഷ്ഠികാലം കൃതംകാര്യം വിനാശം ഉപഗച്ഛതി. കരണത്തിൽ ഏറ്റവും ദോഷമായ കരണമാകുന്നു വിഷ്ഠികരണം. വിഷ്ഠികാലത്ത് ചെയ്യുന്ന ഒരു കർമ്മവും ശുഭമാവുകയില്ല. അതിനാൽ നാളെ കാലത്ത് 12 മണി വരെ ഈ ചതുർത്ഥി തിഥിയും വിഷ്ഠികരണവുമാണ്. 12 മണി മുതൽ 1:30 മണി വരെയുള്ള രാഹുകാലം വരെയുള്ള സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ മകേരി നക്ഷത്രത്തിൽ മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യാം. ഈ 12 മണി മുതൽ പഞ്ചമി തിഥിയാകുന്നു, വിഷ്ഠികരണവും കഴിയുന്നു. അതിനാൽ എല്ലാ ശുഭകാര്യങ്ങൾക്കും നാളെ 12 മണി മുതൽ 1:30 വരെയുള്ള സമയം അനുകൂലമാണ്. കർക്കിടകത്തിൻ്റെ അവസാന സമയവും ചിങ്ങൻ രാശിയും ലഭിക്കും. ചിങ്ങം സ്ഥിരരാശിയാകുന്നു. അതിനാൽ സ്ഥിരത്വമുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ മേൽപ്പറഞ്ഞ സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വിനിയോഗിക്കാവുന്നതാണ്. നാളെ മകേരി നക്ഷത്രത്തിൽ നക്ഷത്രാധിപനായ ചൊവ്വ നീചസ്ഥനായ ദിനമാകയാൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കടുംപായസം വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. വ്യാഴാഴ്ച മഹാവിഷ്ണുവിൻ്റെ ദിനമാകുന്നു. മഹാവിഷ്ണു ക്ഷേത്രത്തിലും സന്ദർശിക്കാവുന്നതാണ്. നാളത്തെ പ്രാർത്ഥനയിൽ മകേരി നക്ഷത്രമാകയാൽ ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയേ നമഃ എന്ന കാളി മന്ത്രം വളരെയധികം ആത്മവിശ്വാസവും ശാരീരികവും മാനസികവുമായ പൂർണ്ണ ഓറയെ പ്രദാനം ചെയ്യുന്ന മന്ത്രവുമാകുന്നു ഈ ഭദ്രകാളി മന്ത്രം. അതൊരു കവചമാകുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.